ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 9. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വഭിജപാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഇവിടെ സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ബന്ധു എന്നിവരിലും സാധുക്കളിലും പാപികളിലുമൊക്കെ തന്നെ സമമായ ബുദ്ധിയുള്ളവൻ വിശിഷ്ടനാകുന്നു. സുഹൃത്ത് ച മിത്രം ച അരിഹി ച ഉദാസീനഃ ച മധ്യസ്ഥഃ ച ദ്വേഷ്യഃ ച ബന്ധുഃ ച സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധവഃ എന്തേഷു എന്ന് വിഗ്രഹിച്ച് അർത്ഥം ചിന്തിക്കണം. ഇപ്പൊ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരത്തെ ചിന്തിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ. പ്രത്യുപകാരം അനപേക്ഷ്യ ഉപകാരകർത്താ സുഹൃത്ത്. സാധാരണ നാട്ടിലൊക്കെ പറയാറുണ്ട്, വീട്ടു ചോറുള്ളവനെ വിരുന്നു ചോറുള്ളൂ എന്ന്. വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവന് അവൻ പുറത്തുനിന്ന് ഇറങ്ങി നടന്നാൽ അവന് ഭക്ഷണം കൊടുക്കാൻ ഉള്ള വ്യഗ്രത കാണാം. പലരും വിളിക്കും, കഴിച്ചിട്ട് പോകാം. എന്നാൽ പട്ടിണി കിടന്ന് വയറൊട്ടി നമ്മുടെ ഉള്ളിൽ യാചിക്കാൻ വരുന്ന ഒരാൾ നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മളോ തിരിഞ്ഞു നോക്കില്ല, അഥവാ തിരിഞ്ഞേ നോക്കൂ, നേരെ നോക്കില്ല. വന്നിരിക്കുന്നു. വാതിൽ കൊട്ടിയടയ്ക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം വന്ന യാചിക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അയാൾ നാളെ നമ്മളെ വിളിച്ചു തരുമൊന്നുമില്ല. അയാൾ എവിടെയുള്ള ആളാണെന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും കൊടുക്കാറ്. അതാണ് ലോക സ്വഭാവം. നമ്മളൊരു വാഹനത്തിൽ വാഹനം ഓടിച്ചു പോകുന്ന ആളാണെങ്കിൽ, സ്വന്തമായൊരു വാഹനമുള്ള ആളാണെങ്കിൽ, ഒരു ദിവസം നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി വിചാരിച്ചാൽ എത്ര ആളുകളാ വാഹനം നിർത്തിയിട്ട് ചോദിക്കാന്നറിയോ, കേറുന്നില്ലേ. അതേ സമയത്ത് വാഹനം ഇല്ല, ഒരാൾക്ക് നടക്കാൻ വളരെ പ്രയാസമുണ്ട്, റോഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാളോട് നമ്മൾ ചോദിക്കില്ല. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അയാളടുത്ത് വാഹനം ഇല്ല, നാളെ അയാൾ എന്നോട് ചോദിക്കില്ല അത്. ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചാലും പ്രത്യുപകാരം ചിന്തിച്ചിട്ടാണ് പല ആളുകളും ചെയ്യുന്നത്. എല്ലാം എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു തത്വജ്ഞാനിയായ ഒരാൾ യാതൊരു സംശയവുമില്ല, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ, ഒരു പ്രശംസ പോലും പ്രതീക്ഷിക്കാതെ അങ്ങനെ തന്നാലാവുന്നതെല്ലാം ചെയ്യും. ആവുന്നതൊക്കെ തനിക്ക് എന്ത് ഉപകാരമാണ് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യും. അങ്ങനെ പ്രത്യുപകാരത്തെ ചിന്തിക്കാതെ ഉപകാരം ചെയ്യുന്ന ആളെയാണ് ശാസ്ത്രത്തിൽ സുഹൃത്ത് എന്ന് പറഞ്ഞത്. തനിക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്ന ചിന്താലേശം പോലുമില്ലാതെ ഉപകാരം ചെയ്യുന്ന ആള്. രണ്ടാമത് പറയുന്നത് മിത്രം എന്നാണ്. മിത്രം എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ എന്നാണ് അർത്ഥം. ചേർന്ന് വസിക്കുന്നവൻ. സ്നേഹമാണ് നമ്മളെ ചേർത്ത് കോർത്ത് ഒരു സമാജമായി, ഒരു സമൂഹമായി നിലനിർത്തുന്നത്. സ്നേഹം ഒന്ന് മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ കുമാരനാശാൻ തൻ്റെ ചണ്ഡാല ഭിക്ഷുകി എന്നുള്ള കാവ്യത്തില് അതിമനോഹരമായി ഈ ഭാഗം വിസ്തരിക്കുന്നുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൻ, സ്നേഹം താൻ ആനന്ദമാർക്കും.
സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. ഇങ്ങനെ അനേകം വാക്യങ്ങൾ. ഈ വിവേകാനന്ദ സ്വാമികൾ പറയും, തനിക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ ഈ ലോകം മുഴുവൻ തൻ്റെ കാൽച്ചുവട്ടിൽ വരുമെന്ന്. പക്ഷെ പലപ്പോഴും സ്നേഹവും കാമവും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെയാണ് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് സ്നേഹമാകുന്ന മനോഹരമായ കവറുകൊണ്ട് മൂടപ്പെട്ട കാമം തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ചേർന്ന് വസിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതിനെയാണ് മിത്ര ശബ്ദത്താൽ പറഞ്ഞത്. മിത്രങ്ങളെല്ലാം സുഹൃത്തുക്കളായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് വേർതിരിച്ച് പറഞ്ഞത്. അതുപോലെ ശത്രു എന്ന് പറഞ്ഞാൽ അരി എന്ന് പറഞ്ഞാൽ ശത്രു. അപകാരിയായ ശത്രുവാണ് അരി. അപകാരിയായ ശത്രു എന്ന് പറയുമ്പോൾ തനിക്ക് ഉപകാരം ചെയ്യാത്തവൻ, അഥവാ വേണ്ടാധീനങ്ങൾ ചെയ്തു കൂട്ടുന്നവൻ, ചെയ്യുന്നവൻ. ഇങ്ങനെ മിത്രമെന്നോ ശത്രുവെന്നോ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ കഴിയുന്ന ആളാണ് ഉദാസീനൻ. ഒരു ഭാഗവും ചേരാതെ കഴിയുന്നവൻ എന്നർത്ഥം. ഈ വിരുദ്ധങ്ങളായ രണ്ടു പക്ഷങ്ങളെയും അവരുടെ രണ്ടു കൂട്ടരുടെയും ഹിതത്തെ ഉച്ചരിക്കുന്നു. ഹിതവും പ്രിയവും വൈരുദ്ധ്യം വന്നാൽ പ്രിയത്തെ തള്ളി ഹിതത്തെ കാണിക്കുന്നു, പറയുന്നു. അങ്ങനെയുള്ള ഒരാളാണ് നന്മ ഇച്ഛിക്കുന്നവനാണ് മധ്യസ്ഥൻ. മധ്യസ്ഥൻ എപ്പോഴും പക്ഷഭേദങ്ങൾ ചെയ്യാത്ത ആളാണ്. രണ്ടു പക്ഷങ്ങളുടെയും ഹിതം മാത്രമേ അയാൾക്ക് ഉദ്ദേശിക്കുള്ളൂ, നന്മ മാത്രമേ അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ദ്വേഷം എന്ന് പറയുമ്പോൾ തനിക്ക് അപ്രിയനായവൻ, തന്നോട് അപ്രിയം ചെയ്യുന്നവൻ, തനിക്ക് പ്രിയമല്ലാത്തത് ചെയ്യുന്നവൻ. അങ്ങനെയുള്ള അപ്രിയമായ ആചരണത്താൽ നമ്മുടെ ദേഷ്യത്തിന് പാത്രമാവുന്നവനാണ് ദ്വേഷ്യൻ. ഇനി ലോകസാമാന്യത്തില് കുടുംബ ബന്ധങ്ങളെ കൊണ്ടും മറ്റും ബന്ധപ്പെട്ടവനെയാണ് നമ്മൾ ബന്ധു എന്ന് പറയാം. ബന്ധിച്ചവൻ എന്നും അർത്ഥമുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എൻ്റെ വീട്, ഇതൊക്കെ ബന്ധിക്കുന്നതാണ്. എൻ്റെ എന്നാൽ അങ്ങനെയുള്ളവരെയാണ് ബന്ധുക്കൾ. ഒരു കല്യാണം വന്നാൽ, അല്ല വീട്ടിൽ കൂടൽ വന്നാൽ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പോലെ നിർബന്ധമാണ്. കുടുംബജീവിതമാകുമ്പോൾ ബന്ധുക്കളാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇവരിലെല്ലാം സമബുദ്ധിയോടൊത്തവൻ ആരോ അയാളാണ് തത്വജ്ഞാനി, യോഗാരൂഢൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാം. അപ്പൊ ശത്രു, മിത്ര, ദ്വേഷ, ബന്ധു ഭേദങ്ങളൊക്കെ തത്വജ്ഞാനിക്ക് ഉണ്ട് അല്ലേ? ഉണ്ടെങ്കിലല്ലേ അതിൽ സമഭാവം പറയേണ്ടതുള്ളൂ. അപ്പൊ പറയാണ്, അല്ല, ആ വക ഭേദങ്ങൾക്ക് കാരണമാകുന്ന വ്യവഹാരങ്ങള് ഏത് തത്വജ്ഞാനി ആയാലും ജീവിക്കുന്നത് ഈ ലോക വ്യവഹാരത്തിലാണല്ലോ. അങ്ങനെയുള്ള ലോക വ്യവഹാരങ്ങളില് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അയാള് ഇതിലൊന്നും ഭേദരഹിതമായി കഴിയുന്നു എന്നർത്ഥെടുക്കണം. അല്ലാതെ അയാളുടെ ഇതൊക്കെ വേറെ വേറെ കാണുന്നു എന്നല്ല. അയാൾ എല്ലാറ്റിലും ഭേദരഹിതമായി നിലകൊള്ളുന്നു. അതാണ് ഗ്രഹിക്കേണ്ടത്. അപ്പൊ തന്നോട് ശത്രുഭാവത്തിലും സുഹൃദ്ഭാവത്തിലും മിത്രഭാവത്തിലും ഉദാസീനഭാവത്തിലും ഒക്കെ പെരുമാറുന്നവരോടെല്ലാം സമബുദ്ധിയോടെ കഴിയുന്നു. അങ്ങനെയുള്ള ഒരാളാണ് തത്വജ്ഞാനത്തിലെത്തിയ ആള്. അയാളുടെ വർത്തനം ഇങ്ങനെയായിരിക്കും.
സാധുക്കളിലും പാപികളിലും സമബുദ്ധിയോടൊത്തവനാണ് വിശിഷ്ടൻ. വിശിഷ്ടൻ എന്നുള്ള പദം പറയുക. സാധു എന്ന് പറഞ്ഞാൽ സ്വധർമാചരണം ചെയ്യുന്നവൻ, തൻ്റെ ധർമ്മത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കഴിയുന്ന ആള്. സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുണ്ട്. മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ വായയിൽ കൈയിട്ടാൽ കടിക്കാത്തവൻ എന്നാണ്. അതല്ല. സാധു എന്ന് പറഞ്ഞാൽ സ്വധർമാചരണ നിഷ്ഠൻ എന്നാണ് അർത്ഥം. ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുക. സന്യാസി സന്യാസാശ്രമത്തിൽ കഴിയുക. സന്യാസാശ്രമി ഗൃഹസ്ഥാശ്രമത്തെ പോലെയും ഗൃഹസ്ഥാശ്രമി സന്യാസിയെ പോലെയും കഴിയരുത്. അപ്പൊ അവനവന്റെ സ്വധർമാചരണത്തെ ചെയ്യുന്നവനെയാണ് സാധു എന്ന് പറയുക. അങ്ങനെയുള്ള സാധുക്കളിലും പാപികളിലും സമബുദ്ധിയോടൊത്തവനാണ് വിശിഷ്ടൻ. അപ്പൊ സാധു എന്ന് പറഞ്ഞാൽ ശാസ്ത്രാനുസാരം വർത്തിക്കുന്നവൻ, ധർമ്മത്തിൽ വർത്തിക്കുന്നവൻ, വിഹിതമായവ ചെയ്തിട്ടും വിഹിതമല്ലാത്തവ ഉപേക്ഷിച്ചും ശാസ്ത്രം പറയുന്ന രീതിയിൽ വ്യവഹരിക്കുന്ന ധർമ്മനിഷ്ഠര്. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, പ്രാണനാശകരമായ സാഹചര്യം വന്നാൽ പോലും, അതായത് തൻ്റെ ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ എൻ്റെ ധർമ്മത്തെ ഉപേക്ഷിക്കില്ല. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ രക്ഷിച്ചവനെ ധർമ്മം രക്ഷിക്കും. ശ്രീരാമനോട് ഒരിക്കൽ സീത ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തിനാണ് എപ്പോഴും ഈ ആയുധവും കൊണ്ട് നടക്കുന്നത്? അപ്പൊ രാമൻ പറയുന്നുണ്ട്, സീതയെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചെന്ന് വരും. അപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. ലക്ഷ്മണനെ ഞാൻ ഉപേക്ഷിച്ചെന്ന് വരും. പക്ഷെ ആയുധമില്ലാത്ത രാമനെ നീ കാണില്ല. കാരണം ക്ഷത്രിയ ധർമ്മമാണ് ശസ്ത്രം എന്നുള്ളത്. ലോക സംരക്ഷണത്തിന് വേണ്ടി എന്തു വേണം? ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ആയുധം വേണം, ശക്തി വേണം. അതുകൊണ്ട് സരയുവിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പോലും രാമന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നത്രേ. അത് രാമന്റെ സ്വധർമ്മമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആയുധം എടുക്കണം എന്നല്ല പറഞ്ഞത്. അവനവന്റെ സ്വധർമാചരണം ചെയ്യുന്ന ആൾക്കാർ സാധുക്കൾ. മരണം വരുമെന്ന് വിചാരിച്ചാലും ധർമ്മത്തെ ഉപേക്ഷിക്കില്ല. ധർമ്മത്തിലാണ് നിലകൊള്ളുന്നത്. ധർമ്മമാണ് നമ്മളെ നിലനിർത്തുന്നത്. ധർമ്മത്തിന് വേണ്ടി മരിക്കാനും തയ്യാറായുള്ളവൻ സാധു. ഇനി ആരാണോ ശാസ്ത്രം അരുത് എന്ന് വിലക്കപ്പെട്ട കർമ്മങ്ങൾ ആചരിക്കുന്നത്, ശാസ്ത്രം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ആചരിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പാപികൾ എന്ന് വിളിക്കുക. ഇവരിലെല്ലാം സമബുദ്ധിയായ ജ്ഞാനി, യോഗാരൂഢൻ, വിശിഷ്ടനാണ്. അവിടെ ഒരു കൂടുതൽ യോഗ്യതയാണ്. വാസുദേവ സർവമിതി എന്ന് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 19-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭഃ. എല്ലാറ്റിലും വാസുദേവനെ ദർശിക്കുന്ന അങ്ങനെയുള്ള മഹാത്മാക്കള് സുദുർലഭമാണ്. എല്ലാറ്റിലും ഭഗവാനെ കാണും. അങ്ങനെയുള്ള ഒരാളിൽ പിന്നെ എന്ത് ഭേദവ്യവഹാരം? ആ ഒരു ഏകത്വത്തിൽ ഉറച്ച ഒരാൾ വിശിഷ്ടനാകുന്നു എന്ന് പറയേണ്ടതുണ്ടോ? അയാളെക്കാൾ വിശിഷ്ടനായിട്ട് ഇനി ആരുണ്ട്? അപ്പൊ ശരീരത്തിൽ നിവസിക്കുമ്പോഴും അയാൾ വിശിഷ്ടനാണ്, അയാൾ മുക്തനാണ്. അയാൾ മോക്ഷം ഇനി കിട്ടാനൊന്നുമില്ല, കിട്ടേണ്ടതല്ല മോക്ഷം. അജ്ഞാനകാര്യമായ സംസാരത്തിൽ നിന്ന് അയാൾ മുക്തനാണ്. അങ്ങനെയുള്ള തത്വജ്ഞാനികളിൽ വെച്ച് ഉത്തമനാകുന്നു അയാൾ എന്നർത്ഥം. അപ്പൊ ചോദ്യം, ഉത്തമന്മാരല്ലാത്ത മധ്യമന്മാരും അധമന്മാരും ഒക്കെ വേറെ ഉണ്ടോ ശാസ്ത്രജ്ഞാനത്തിൽ തന്നെ? അത് ശാസ്ത്രത്തിന്റെ
ആ രാജപാതയിലേക്ക് പഠിക്കാൻ വേണ്ടി സാധന ചെയ്യുന്ന ഒരാളെ പ്രശംസിക്കാനൊക്കെ വേണ്ടിയിട്ട്, ഓ നീ ഇത്രയൊക്കെ ചെയ്തല്ലോ, നല്ല തന്നെ എന്ന് ആചാര്യന്മാർ പ്രശംസിക്കാറുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ചില ഗുണങ്ങളുള്ള ആളെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. കിണറ് കുറുകെ ചാടുക എന്നുള്ള പ്രക്രിയയിൽ കാൽഭാഗം ചാടിയവൻ, അരഭാഗം ചാടിയവൻ, മുക്കാൽ ഭാഗം ചാടിയവൻ എന്നൊന്നുമില്ല. ഉണ്ടെങ്കിൽ ആ ചാടൽ എവിടെയായിരിക്കും? അത് കിണറ്റിൽ തന്നെയാവും. അതുകൊണ്ട് മുഴുവൻ ചാടിയവനെ ചാടിക്കടന്നവനാകുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം എന്താവും? താഴെ നിപതിച്ചവരാണ്. അപ്പൊ ചോദ്യം, അങ്ങനെ പറയാൻ പറ്റുമോ? സാധനാനിഷ്ഠയിലോ ഇതൊക്കെ ഒരു സാധനയായി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അയാൾക്ക് പൂർണ്ണമായും ഈ തത്വജ്ഞാനത്തിൻ്റെ വിശിഷ്ടതയെ പ്രാപിക്കുമ്പോൾ അയാളിൽ സ്വാഭാവികമായി ഈ പറയപ്പെട്ട എല്ലാം സ്വാഭാവികമായി ഉണ്ടാവുന്നു. അത് വിചാരിച്ചിട്ട് എനിക്കതിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ല എന്നാരും മുദ്ര കുത്തണ്ട. മറിച്ച് എന്ത് വേണം? ഇതിലുള്ള സാധനാ വിശേഷങ്ങളെ ഇതൊരു സാധനയായി കണ്ട് പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും ഇപ്രകാരമുള്ള സേവനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട സമബുദ്ധി പരിശീലിച്ചുകൊണ്ട് ശ്രമിക്കുക. ആരെങ്കിലും തനിക്ക് അപകാരം ചെയ്യുമ്പോൾ അവരോട് ദേഷ്യം തോന്നാതെ പരിശ്രമിക്കുക. എല്ലാവരിലും സ്നേഹം മാത്രം നൽകാൻ ശ്രമിക്കുക. മറ്റേയാൾക്ക് ശ്രമിക്കേണ്ട ആവശ്യമില്ല, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ ഒരു തലത്തിലെത്താൻ ആ സാധനാതലങ്ങൾ അനിവാര്യമാണ്. സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയാണ്, പരിശ്രമിച്ച് നേടേണ്ടതാണ്. അതുകൊണ്ടാണ് സാധനാനിഷ്ഠനാകാനുള്ള പ്രചോദനമായിട്ടാണ് ഈ ശ്ലോകത്തെ എടുക്കേണ്ടത്. ഉത്തമ ഫലത്തെ പ്രാപിക്കാനായിക്കൊണ്ട് നല്ലവണ്ണം സാധന ചെയ്യൂ എന്ന് ഉപദേശം. സമദർശിയായ യോഗി സഹജീവികളുമായി ഏതു നിലയിലായിരിക്കും അവർ ബന്ധപ്പെടുന്നത്? എല്ലാം മിഥ്യയാണെന്ന് കരുതി ആരെയും സഹായിക്കാതെ ലോകസേവ ചെയ്യാതെ കണ്ണടച്ചിരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ പറഞ്ഞത്. ഈ സംശയം ഇവിടെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മിത്രമെന്നോ ശത്രുവെന്നോ ഉദാസീനനെന്നോ മധ്യസ്ഥനെന്നോ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരേ നിലയിൽ സ്നേഹിക്കുക. ഇതാണ് ഒരു വിശ്വപ്രേമിയായ ഒരു ബ്രഹ്മനിഷ്ഠന്റെ, ഒരു തത്വജ്ഞാനിയുടെ സ്വഭാവം. അസ്വഭാവമാണ്. ഒരു പാപിയെ പോലും അയാൾ വെറുക്കുന്നില്ല. അയാൾക്ക് വെറുക്കാൻ കഴിയില്ല. കാരണം പാപിയിലും അയാൾ പരമമായ ആ ആത്മാവിനെ, തന്നിൽ താനായിരിക്കുന്ന ആത്മാവിനെ അതിലും കാണുന്നു. വാസുദേവ സർവമിതി. ഒരാൾ തെറ്റ് ചെയ്യുന്നത്, പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് ജീവൻ തെറ്റു ചെയ്തു പോകുന്നു. അപ്പൊ പാപമാകുന്ന അഴുക്ക് ജീവനോടൊപ്പമുള്ളതല്ല, തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാണ്, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. അത് നീക്കാവുന്നതേ ഉള്ളൂ. കണ്ണാടിയിൽ പറ്റിയ പൊടി മാറ്റാൻ പറ്റും, കഴുകി കളഞ്ഞാൽ മതി. ഇതുപോലെ എത്ര വലിയ പാപിയായാലും അയാൾ വെറുക്കല്ല വേണ്ടത്, പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെ വെറുക്കരുത്. പാപത്തെയും പാപിയെയും വേർതിരിക്കാനുള്ള കഴിവ് തത്വജ്ഞാനിക്കുണ്ട്. അഥവാ നമ്മളത് പരിശീലിക്കണം. ഒരാൾ തെറ്റ് ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ആ പാപത്തെ വെറുക്കണം. പാപിയെ വെറുക്കുക, വ്യക്തിയെ വെറുക്കരുത്. വ്യക്തിയെയും അയാൾ ചെയ്യുന്ന ചെയ്തികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു തത്വജ്ഞാനിക്ക് സാധിക്കും. 99 നല്ലത് ചെയ്താലും ഒരു തെറ്റ് ചെയ്താൽ ആ ഒരു തെറ്റിന്റെ പേരിൽ അയാളെ വെറുക്കും. ആ ഒന്നിനെ വെറുക്കണം, പക്ഷെ 99നും വെറുക്കരുത്.
ആ ഒരു പാപത്തെ വെറുക്കണം. പക്ഷെ 99 അയാൾ ഉപകാരം ചെയ്തിട്ടുണ്ട്, നല്ലത് ചെയ്തിട്ടുണ്ട്. പലവിധ സാഹചര്യങ്ങളിൽപ്പെട്ട് അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടാവാം. ആ തെറ്റിനെ മാറ്റാൻ ഹിതോപദേശങ്ങളോ ഒക്കെ വേണം. പക്ഷേ അതേസമയത്ത് ആ വ്യക്തിയെ വെറുക്കരുത്. ഇനിവിടെ ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. നമ്മൾ നമ്മുടെ തലയിലോ മാറിലോ പുറത്തോ വയറിലോ കയ്യിലോ കാലിലോ അഥവാ മറ്റേതെങ്കിലും അവയവങ്ങളിലോ നമ്മൾ തന്നെ ഒന്ന് മോശമെന്നും ഒന്ന് ചീത്തയെന്നും ഒക്കെ അവയവങ്ങളെ വേർതിരിച്ചിട്ടുണ്ടല്ലോ. കുട്ടിയാവുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നില്ലേ, ചീച്ചി എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ലേ. ഇങ്ങനെ അവനവൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളിൽ തനിക്ക് ഭേദബുദ്ധി ഉണ്ടാവുമോ? തനിക്കത് നല്ലതും ചീത്തയൊന്നും അല്ലല്ലോ, അതെല്ലാം തനിക്ക് നല്ലത് തന്നെയല്ലേ. കാരണം അതിലെല്ലാം താൻ വ്യാപിച്ച് നിലകൊള്ളുന്നു. ഇത് ഞാൻ തന്നെ എന്ന ഭാവത്തിൽ വ്യാപിച്ചു കൊള്ളുകയാണ്. അതേപോലെ എല്ലാവരിലും ബ്രഹ്മം, ഈശ്വരൻ വ്യാപിച്ച് നിലനിൽക്കുന്നതായി ഒരു ബ്രഹ്മജ്ഞാനി കാണുന്നു. അതുകൊണ്ട് ഞാനും മറ്റുള്ളവരും എന്ന ഭേദമില്ല, എല്ലാവരും എൻ്റെ തന്നെ രൂപഭേദങ്ങൾ, ആത്മാവിൻ്റെ വിവിധ അവയവങ്ങളെ പോലെ. ഇതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അങ്ങനെ പരമോത്കൃഷ്ടമായ ഈ അവസ്ഥയിലെത്താൻ ഇത് സ്വാഭാവികമാണ് സിദ്ധനിൽ, ജ്ഞാനിയിൽ, വിജ്ഞാനിയിൽ. പക്ഷേ ഇത് പരിശ്രമിച്ച് നേടേണ്ടതാണ് സാധകൻ എന്ന് പറയപ്പെടുകയാണ്.